സജ്ജനങ്ങളെ, ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുമല്ലോ. 27 നക്ഷത്ര ജാതകർക്ക് 27 സ്വഭാവങ്ങളും സവിശേഷതകളുമാണല്ലോ ഉള്ളത്. അതിൽ തന്നെ ചില നക്ഷത്രങ്ങൾ ചില പ്രത്യേക കഴിവുള്ളവരും സ്വഭാവ സവിശേഷതയുമുള്ളവരാണ്. ദൈവിക ചിന്തയും സ്വാത്വിക ജീവിതവും നയിക്കുന്ന ചില നക്ഷത്രക്കാരിൽ ചില സമയങ്ങളിൽ ആറാമേന്ദ്രിയം പ്രവർത്തിക്കുന്നതായി കാണുന്നു. തങ്ങൾക്കുണ്ടാവുന്ന അപകടങ്ങളും മറ്റും അതിനു മുൻപായി ചില സൂചനകൾ അത്തരം നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നു. അത്തരം ചില നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആദ്യമായി സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. കർക്കിടകം 3:45 നാഴികയിലാണ് കാർത്തിക ഉച്ചസ്ഥിതിയിലാകുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ കുറവായിരിക്കും. നല്ല ശരീരത്തോടു കൂടിയവർ പൊതുവെ ഭക്ഷണപ്രിയരാണ്. ഈ നാളിൽ ജനിക്കുന്നവർ പരോപകാരിയും എന്നാൽ പരസ്ത്രീ ബന്ധം ഉള്ളവരാകാനുള്ള സാധ്യതയും കാണുന്നു. അടുത്തതായി രോഹിണി നക്ഷത്രം. 42 ചെറിയ നക്ഷത്രങ്ങൾ ചേർന്നതാണ് രോഹിണി. ചിങ്ങൻ രാശി 2:30 നാഴിക ചെല്ലുമ്പോൾ ഇത് ഉച്ചസ്ഥിതിയിലാകും. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യമുള്ളവരും കുലശ്രേഷ്ഠരുമായിരിക്കും. ധനവാനും സത്യതൽപരുമായിരിക്കും അവർ. ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിലാണ് ജനനമെങ്കിൽ പോലീസിലോ പട്ടാളത്തിലോ ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ണിന് എന്തെങ്കിലും കോട്ടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. കന്നിരാശി 1 നാഴിക ചെല്ലുമ്പോൾ തിരുവാതിര ഉച്ചാവസ്ഥ പ്രാപിക്കുന്നു. ഈ നാളുകാർ ദീർഘായുസുള്ളവരായിരിക്കും. പരോപകാരം ചെയ്യാത്തവനും ലഭിച്ചുപകാരങ്ങൾക്ക് നന്ദിയില്ലാത്തവനുമായിരിക്കുന്നതാണ് ഇവർ. വളരെ ഗർവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. അടുത്തതായി പുണർദ നക്ഷത്രം. കന്നിരാശി 3:15 നാഴിക കഴിയുമ്പോൾ പുണർദ നക്ഷത്രം ഉച്ചാവസ്ഥയിലാകും. ഇവർ വലിയ ദാനശീലരായിരിക്കും. കുടുംബത്തെപ്പറ്റി സ്നേഹമില്ലാത്തവരോ കുടുംബം തന്നെ ഉപേക്ഷിക്കുന്നവരോ ആകാനുള്ള സാധ്യതയുമുണ്ട്. അടുത്തതായി ആയില്യ നക്ഷത്രം. തുലാം രാശി 3 നാഴിക ചെല്ലുമ്പോൾ ഉച്ചാവസ്ഥയിലാകും ആയില്യ നക്ഷത്രം. ഈ നാളുകാർ ഹൃദയ കാഠിന്യമുള്ളവരാണ്. ഏത് കാര്യത്തിലും ചാഞ്ചല്യം ഉള്ളവരാണ്. വാക്ചാതുര്യം കൊണ്ട് കാര്യങ്ങൾ തൻ്റെ വഴിക്ക് കൊണ്ടുവരും. നേതൃസ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരായിരിക്കും. അടുത്തതായി മകൻ നക്ഷത്രം. വൃശ്ചികം 1:15 നാഴികയിൽ മകം ഉച്ചാവസ്ഥയിലാകും. മകൻ നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യവും അറിവുമുള്ളവരാണ്. ധാരാളം ശത്രുക്കളും അസൂയാലുക്കളും ഉണ്ടാകും. പ്രസന്ന ഭാവക്കാരും സ്നേഹമുള്ളവരുമാണ് മകൻ നക്ഷത്രക്കാർ. കൂടാതെ ഭക്തരുമാണ്. അവസാന നാളായ ഉത്രം. ധനുരാശി 3:15 എത്തുമ്പോൾ ഉത്രം ഉച്ചാവസ്ഥയിലാകും. ഇവർ കുടുംബത്തിൽ പ്രമാണിയും ജനസമ്മതനുമാകും. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കുന്നതാണ്. എല്ലാവരുടെയും സ്നേഹമായും മാന്യമായും പെരുമാറും. ധനവും സുഖവും അവരെ തേടിയെത്തും. നിങ്ങളോടൊപ്പമുള്ള ദൈവിക ചിന്തയുള്ള ഈ 7 നക്ഷത്രക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവരിൽ അവരുടെ ആറാമേന്ദ്രിയം പ്രവർത്തിച്ച് അപകടത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളേറെയാണ്. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനലായ രുദ്രവീണയെ പിന്തുടരാൻ മറക്കില്ലല്ലോ.